നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും VSന്റെ മൃതദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPM നേതാക്കളും ദർബാർ ഹാളിലെത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെ ഇവിടെ പൊതുദർശനം തുടരും. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് ജനപ്രവാഹമാണ്. VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളും എത്തുന്നുണ്ട്. ദർബാർ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇതിനിടയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനമുണ്ടാകും. ഇന്ന് രാത്രി 9 മണിയോടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണി മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10 മണി മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചൂടുകാട്ടിൽ വൈകിട്ട് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. ഇന്ന് രാവിലെ 9:30 സംഭവം നടന്നത്. മദപ്പാടിൽ തളച്ചിട്ടിരിക്കുന്ന കൊമ്പൻ ഗോപികൃഷ്ണന്റെ സമീപത്തേക്ക് പനമ്പട്ട എത്തിക്കുവാൻ നിയോഗിച്ച കൊമ്പൻ വിഷ്ണു പ്രകോപിതനായി ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. പാപ്പാന്മാർ ഇടപെട്ടതോടെ കൊമ്പൻ വിഷ്ണു ശാന്തനായി. പരിക്ക് സാരമുള്ളതല്ലെന്ന് ആനത്താവളം അധികൃതർ അറിയിച്ചു. മുമ്പ് ആനത്താവളത്തിലെ ആനപ്രതിമ കൊമ്പൻ വിഷ്ണു തകർത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനും പേരാമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുമായിരുന്ന MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലാണ് രണ്ടാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. ഒന്നാം പ്രതി കറുപ്പം വീട്ടിൽ ഫവാദിനെ നേരത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. എരനെല്ലൂരിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് നാട്ടുകാർ 2 പേരെ തടഞ്ഞുവെച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹൈവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ വർഗീസിനെയും മറ്റ് പോലീസുകാരെയും മദ്യലഹരിയിലായിരുന്ന 1ഉം 2ഉം പ്രതികൾ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടയുകയായിരുന്നുവെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ചാവക്കാട് മൗനജാഥ നടത്തി. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, TT ശിവദാസൻ, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഇമ്പിച്ചിബാവ സ്മാരക മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ ജാഥ നഗരം ചുറ്റി അവസാനിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ആദരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രുക്മിണി റിജൻസിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് GK പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവായൂരിൽ നാമസങ്കീർത്തനത്തിന് നേതൃത്വം നൽകിയ GV രാമനാഥ അയ്യർ, മാസ്റ്റർ ഓഫ് സർജറി ENT സംസ്ഥാന പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ ഡോക്ടർ കൃഷ്ണ M മേനോൻ, BDSൽ ഡോക്ടർ TV അഞ്ജന, SSLC +2 പരീക്ഷകളിലെ വിജയികളെയും അനുമോദിച്ചു. സെക്രട്ടറി PA സജീവൻ, ട്രഷറർ മുരളീധര കൈമൾ, വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K മുരളീധരൻ, സദാനന്ദൻ താമരശ്ശേരി, മോഹൻദാസ് ചേലനാട്ട് എന്നിവർ സംസാരിച്ചു. നീല പെരുമാൾ, P ശശിധരൻ, ശൈലജ കേശവൻ, ലതിക പുല്ലാട്ട്, ബിന്ദു ദാസ്, K ഗോവിന്ദദാസ്, P രാമചന്ദ്രൻ, OK നാരായണൻ നായർ, ബാബു വീട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ 20% പ്രദേശവാസികൾക്ക് അനുവദിക്കണമെന്നും മാറിവരുന്ന സർക്കാരുകളുടെ നാമനിർദ്ദേശം ചെയ്തുവരുന്ന മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പ്രാദേശികവാസികളിൽ നിന്നും ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യവും പ്രമേയത്തിൽ പാസാക്കി. പ്രധാനമായത് ക്ഷേത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാദേശികമായ ഇടപെടലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അഗ്നിക്കിരയായതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ചരിത്രത്തിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ക്ഷേത്രം കത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇത് സാമൂതിരിപ്പാടിൻ്റെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആളുകളുടെ കീഴിലുള്ള ഒരു പ്രാദേശിക ക്ഷേത്രമായി തന്നെ നിലനിൽക്കും.
മന്നലാകുന്ന് GF UP സ്കൂളിൽ PTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വാർഡ് മെമ്പർ അസീസ് മന്നലാകുന്ന് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് VH റബിയത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ സജീവൻ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മറിയം ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത്, മുഹമ്മദ് ഫാസിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് അസീസ് മന്നലാകുന്ന്, ജിസ്ന ലത്തീഫ്, വൈസ് പ്രസിഡന്റ് റസിയ ഫിറോസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രമേൽശാന്തി അനിൽ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ മോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 100 കണക്കിന് പേർ എത്തിച്ചേരുന്ന തർപ്പണ ചടങ്ങ് 8 മണിവരെ നീണ്ടുനിൽക്കും. തുടർന്ന് പിതൃമോക്ഷത്തിനു വേണ്ടി നടത്തുന്ന സായുജ്യ പൂജ, തിലഹാവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി എന്നിവർ നേതൃത്വം നൽകും. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 24-ന് പുലർച്ചെ 2:30-ന് പഞ്ചവടി കടപ്പുറത്ത് പണ്ഡിത ശ്രേഷ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലി ചടങ്ങുകൾ നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കാട്ടകമ്പാൽ രാമപുരം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീല മാണ്ടൽ വസതിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, SSLC+2 വിജയം വരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് എന്നിവർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രമീള രാജൻ, ശ്രാവൺ, ധന്യ മണികണ്ഠൻ, ഉദയശങ്കർ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദിയും ഗുരുവായൂരപ്പൻ യോഗാ നിലയവും സംയുക്തമായി കർക്കിടക ആത്മീയ ആരോഗ്യ സദസ്സും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KV നിർമ്മലൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ഹേമാംബിക ശങ്കരി മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.